അതെ, ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, ഉയരത്തെ പേടിയുള്ളവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ അല്ലെ, പഠന വിഷയങ്ങളെ പേടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ, ഇപ്പൊ പാറ്റയെ കണ്ടാൽ പേടി, പല്ലിയെ കണ്ടാൽ പേടി, അങ്ങനെ ഒത്തിരി ഭയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളെ മൊത്തത്തിൽ തകർക്കാൻ എന്ന് വെച്ചാൽ മാനസിക നില വരെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭയം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഒറ്റപ്പെടൽ എന്ന ഭയം തന്നെയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ കാര്യത്തില്? പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുമോ എന്നെന്തുകൊണ്ടാ തോന്നുന്നേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ മനുഷ്യർക്ക് അനാവശ്യത്തിലേറെയായിട്ട് പ്രാധാന്യം കൊടുക്കുകയും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ദിവസം അവർ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടത്, നമ്മൾ ഇരുട്ടിലായിരുന്ന സമയത്ത് നമുക്ക് വെളിച്ചമായി നിന്ന ചില അത്ഭുത മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ നമ്മൾ എന്നും ഓർക്കണം. കൂടെ ചേർത്ത് നിർത്താൻ പറ്റിയാൽ കൂടെ ചേർത്ത് തന്നെ നിർത്തണം. പക്ഷെ അല്ലാതെ മറ്റെന്തെങ്കിലും ലാഭമോഹത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം തേടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അതെല്ലാം നേടിയെടുത്ത ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന മനുഷ്യർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു കേട്ടോ: ജീവിതം മനോഹരമാക്കാൻ തേടി പോകാതെ തേടി വരുന്നവരെ നമ്മളൊന്ന് ചേർത്ത് നിർത്തിയാൽ മതിയെന്ന്. അപ്പോൾ ഇതുപോലെ ചേർത്ത് നിർത്തുമ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ചേർത്ത് നിർത്തിയ ആൾ ഒരു പക്ഷേ നമ്മളെ വിട്ടുപോയാൽ ഈ ഒറ്റപ്പെടൽ എന്ന മാനസിക അവസ്ഥയിലേക്ക് നിങ്ങൾ വന്ന് വീഴാനും പാടില്ല. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മളെ സ്നേഹിക്കുന്നവര് എന്നും എക്കാലവും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ജീവിതം മനോഹരമാക്കാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എപ്പോഴും മറ്റൊരാൾ കൂടെ വേണം, അല്ലെങ്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിലേ പറ്റൂ എന്നൊരു വാശി നമ്മൾ എടുത്തു മാറ്റണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സ് വാശി പിടിച്ചു തുടങ്ങും. ഒരാൾ കൂടെ വേണമെന്ന് മനസ്സ് വാശി പിടിച്ചു തുടങ്ങുന്ന ഇടം തൊട്ട് നിങ്ങളുടെ തോൽവി തുടങ്ങി കഴിഞ്ഞു എന്നുകൂടി മനസ്സിലാക്കണം. വെറുതെ വിഷമങ്ങളും ഈ ഒറ്റപ്പെടലും ഒക്കെ സമ്മാനിക്കാനായിട്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്യം കണ്ടുമൊക്കെ എടുക്കുക. ഒറ്റപ്പെടൽ എന്ന അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മളെ നയിക്കുന്നതും നമ്മുടെ ചില തീരുമാനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ചില വ്യക്തികളും, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളും ആവാം. മറ്റൊരു കണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.